الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധം പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അള്ളാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1447 ഹിജ്റ വർഷം പിറന്നിരിക്കുകയാണ്. എല്ലാ സഹോദരങ്ങൾക്കും നിറപ്രതീക്ഷകളോടെ പുതുവത്സരത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. പുതിയൊരു ഹിജ്റ വർഷം ആണ് പിറന്നിട്ടുള്ളത്. പുതുവർഷങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കുമ്പോൾ ഹിജ്റയെക്കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാവട്ടെ,
എന്നതാണ് ഇസ്ലാമിക വർഷങ്ങൾ എണ്ണിത്തുടങ്ങാൻ ഒരു കലണ്ടർ രൂപപ്പെടുത്താൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബികളുടെയും താബികളുടെയും ഒരു തലമുറ ഒത്തുചേർന്ന് തീരുമാനിച്ചത്. ഇസ്ലാമിക കലണ്ടറിന് തുടക്കം കുറിക്കാൻ എന്തിനെയാണ് മാനദണ്ഡമാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആവശ്യമായ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം സഹാബികൾ ഏതാണ്ട് എല്ലാവരും ഒരേപോലെ അത് ഹിജ്റയാവട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒരുപാട് കാരണങ്ങൾ അന്വേഷിക്കേണ്ടുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരനുഭവിച്ച ഒരു ജീവിതത്തിൽ നിന്ന്, പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവരനുഭവിച്ച ഒരു ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിലെ ഏറ്റവും നിർണായകമായ സന്ദർഭം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗതിനിർണായകമായ സന്ദർഭം ഹിജ്റയാണ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. ഹിജ്റയോളം പ്രതീക്ഷകളുടെയും സന്തോഷങ്ങളുടെയും ആഹ്ലാദത്തിന്റെയും സ്മരണകൾ ഉയർത്തുന്ന മറ്റൊരു സന്ദർഭവും യഥാർത്ഥത്തിലില്ല എന്നവർ മനസ്സിലാക്കില്ല. കാരണം ഹിജ്റയ്ക്ക് മുമ്പുള്ളത് വിശ്വാസ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും പ്രബോധന സ്വാതന്ത്ര്യവും ഒക്കെ ഒരുപോലെ നിഷേധിക്കപ്പെട്ട, യാതനകളുടെയും പീഡനങ്ങളുടെയും പരിഹാസശകാരങ്ങളുടെയും വിമർശനങ്ങളുടെയും പച്ച നുണകളെ മുൻനിർത്തിയിട്ടുള്ള അപവാദ പ്രചരണങ്ങളുടെയും കാലമായിരുന്നുവെങ്കിൽ ഹിജ്റയ്ക്ക് ശേഷമുള്ള കാലം അത് ഒരു നാട് മുഴുവൻ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പാട്ടുംപാടി സ്വീകരിച്ചതിന്റെ അനുഭവമാണ്. അതിനുശേഷം പിന്നീട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ വളരെ സജീവമായ ഒരു കാലമാണ്. അവിടെ നിന്നങ്ങോട്ട് പിന്നീട് ആ ഇസ്ലാമിക പ്രബോധനത്തിനായുള്ള ധീരമായ ജിഹാദിന്റെ ഒരു കാലമാണ്. അങ്ങനെ ഹിജ്റയിൽ നിന്ന് ജിഹാദിലേക്കും, ജിഹാദിൽ നിന്ന് ഫതഹിലേക്കും, അഥവാ മക്ക വിജയം പോലെയുള്ള മഹാസംഭവങ്ങളിലേക്കും വഴി നടന്നതിന്റെ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ മഹാവിജയങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അള്ളാന്റെ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള വിജയവും തുറസ്സും ഒക്കെ വന്നു ചേരുമ്പോൾ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ഇസ്ലാം സ്വീകരിക്കുന്നവർ ആക്ഷേപിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും കുറ്റവാളികളാക്കപ്പെടുകയും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ചാപ്പ കുത്തപ്പെടുകയല്ല, അതിനു പകരം അവർ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിനെ പുൽകാൻ, ഇസ്ലാമിനെ ആശ്ലേഷിക്കാൻ, ഇസ്ലാമിൽ ഇടം കിട്ടാൻ ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു ചേരുന്ന ഒരു സന്ദർഭം അതിന് സാക്ഷിയാവുക, അതിലേക്കൊക്കെ നയിച്ചിട്ടുള്ള കാര്യം ഹിജ്റയാണ് എന്നതാണ് യാഥാർത്ഥ്യം.
ഹിജ്റയെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖം യഥാർത്ഥത്തിൽ ഹിജ്റക്കുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എത്ര പെട്ടെന്നാണ്, എത്ര കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് കറുപ്പ് വെളുപ്പായി മാറുന്നത് എന്നതിന്റെ, അല്ലെങ്കിൽ ഇരുണ്ട ഒരു യുഗം, യാതനകളുടെ ഒരു കാലം, അല്ലെങ്കിൽ വളരെ അസഹനീയമായ ഒരു കാലം, എത്ര പെട്ടെന്നാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിദൂരം കൊണ്ട് പെട്ടെന്ന് മാറി മറിയുന്നത് എന്നതിന്റെ അനുഭവമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് ഹിജ്റ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ സഹികെട്ട് മക്കയിൽ നിന്ന് നാടുകടത്തപ്പെടുന്നതിന്റെ പേരല്ല ഹിജ്റ എന്ന് പറയുന്നത്. ഒരു നാടുകടത്തൽ അതിലുണ്ടായിട്ടില്ല. ഇസ്ലാമിക ഉമ്മത്തിന്റെ ഒരു സവിശേഷത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ കുടിയൊഴിഞ്ഞു പോവുകയില്ല എന്നതാണ്. കുടിയൊഴിപ്പിക്കാനുള്ള, നാടുകടത്താനുള്ള ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിൽ വിലപ്പോവുകയില്ല എന്നതാണ്. അവർക്ക് ഈമാനുണ്ടെങ്കിൽ, ആ ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള ഗുണങ്ങൾ അവർക്കുണ്ടെങ്കിൽ ചരിത്രത്തിൽ അത് സാധ്യമല്ല എന്നതിന്റെ ഏറ്റവും തെളിഞ്ഞ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തഹ്ജീറു അഹ്ലി ഗസ്സ, ഗസ്സക്കാരെ ഹിജ്റ ചെയ്യിപ്പിക്കുക എന്ന പ്രൊജക്റ്റാണ് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ലോകത്ത് അവതരിപ്പിച്ചത്. പക്ഷേ അങ്ങനെ കുടിയൊഴിപ്പിക്കുക എന്ന് പറ്റുകയില്ല. ഞങ്ങൾ കുടിയൊഴിഞ്ഞു പോയതിന്റെ ചരിത്രമുണ്ട്, ഞങ്ങൾ നാട് വിട്ടു പോയതിന്റെ ചരിത്രമുണ്ട്. അത് നാട് വിടുക എന്ന അർത്ഥത്തിനല്ല, എന്നതിനല്ല അവിടെ പ്രാധാന്യമുള്ളത്. അപ്പുറത്തൊരു നാട് പിടിക്കുക, അപ്പുറത്തെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് ഹിജ്റയിൽ പ്രധാനം. ഇവിടം വിട്ടുപോവുക എന്നതിന് അതിൽ പ്രാധാന്യമില്ല. എവിടേക്കാണ് പോകുന്നത്, ഏത് ലക്ഷ്യത്തിലേക്കാണ് ഹിജ്റ ചെയ്യുന്നത് എന്നതാണ് അവിടെ പ്രധാനം. ആ അർത്ഥത്തിൽ ഹിജ്റയുടെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. സീറ ഗ്രന്ഥങ്ങളിൽ അത് വളരെ കൃത്യതയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പുതിയ കാലത്തും അത് പറയാൻ നമുക്ക് മടിയുണ്ടാകേണ്ടതില്ല. അത് ഇസ്ലാം മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ മഖ്സൂദുൽ ഹിജ്റ, ഹിജ്റയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇഖാമത്തുൽ ദൗലൽ ഇസ്ലാമിയ, മദീന ആസ്ഥാനമാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഹിജ്റ നടന്നിട്ടുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ മാർഗദർശനമനുസരിച്ച് അഥവാ ഇസ്ലാമനുസരിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ രൂപീകരണം എന്ന് പറയുന്നത് പോലും ഒരു ലക്ഷ്യമല്ല, അതൊരു താൽക്കാലിക ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് സൗകര്യപ്രദമായി ഇസ്ലാമിക സമൂഹത്തിന്റെ കൈവശം വന്നിട്ടുള്ള ഒരു സമൂഹം, അതേപോലെ തന്നെ ഒരു ഭൂപ്രദേശം, അതിനെ വെച്ച് ഒരു നാഗരികതയെ പണിയുക, ലോകത്ത് കിടപിടിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന് സമാനതകളില്ലാത്ത ഒരു സിവിലൈസേഷനെ, ഒരു നാഗരികതയെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ടാണ്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒരു നാഗരികത പണിയുകയല്ല. ലോകത്തെ ഒന്നാം കിട നാഗരികതകളൊക്കെ അതിന്റെ ആന്തരികമായ ദൗർബല്യം കൊണ്ട് തകർന്നു വീണതിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ മനുഷ്യരുടെ ആശയായി, പ്രതീക്ഷയായി ഉയർത്തെഴുന്നേറ്റ് വന്നതാണ് ഇസ്ലാമിക നാഗരികത എന്ന് പറയുന്നത്. അപ്പൊ ഹിജ്റ എന്ന് പറയുന്നതിന് അങ്ങനെയൊരു മുഖമുണ്ട്. ഒരു കൃത്യമായ വലിയ പ്രതീക്ഷകൾ നൽകുന്ന, സന്തോഷം നൽകുന്ന വലിയ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം, മുന്നേറ്റം, അതാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും വിടുന്ന ഒരു സീനിന് തീർത്തും വ്യത്യസ്തമായ സീനാണ്. ഏതാനും ദിവസങ്ങൾ മാറി മറിയുമ്പോൾ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിദൂരം മറികടക്കുമ്പോൾ ഇപ്പുറത്ത് മദീനയിൽ സംഭവിക്കുന്നത് എന്നതാണ്. അവിടെ നിന്ന് തന്നെ പോരുമ്പോ അടിച്ചാട്ടി പായിക്കുകയായിരുന്നില്ല ചെയ്തിരുന്നത്. മറിച്ച്
കൃത്യമായ ഒരു സന്ദർഭത്തിൽ ഹിജ്റയ്ക്ക് വേണ്ടി ഇസ്ലാമിക സമൂഹം മക്ക വിടാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനമെടുത്ത് യാത്ര പുറപ്പെട്ടു തുടങ്ങുമ്പോൾ പിടികൂടപ്പെടുന്നു. എന്നിട്ട് മക്കയിൽ തന്നെ പിടിച്ചു നിർത്താൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഇവർ അപകടകാരികളാണ്, നാടിന് അപകടമാണ്, ആപത്താണ് എന്ന് കരുതി. എന്നാൽ പോവുകയാണെങ്കിൽ പോയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ അടിച്ചോടിക്കാം എന്ന് കരുതി അടിച്ചോടിക്കുന്ന ഒരു പ്രവണതയല്ല ഉണ്ടായത്. മക്കക്കാർ രഹസ്യമായി ഹിജ്റ പോകുന്ന ആളുകളെ പിടികൂടുകയാണ് ഉണ്ടായത്. എന്നിട്ട് പലരെയും പിടിച്ചുവെക്കുകയാണ് ചെയ്തത്. ഹിജ്റയ്ക്ക് അനുവദിക്കാതെ പിടിച്ചുവെക്കുകയാണ് ചെയ്തത്. ഒരുപാട് യാതനകളും പീഡനങ്ങളും ത്യാഗങ്ങളും ആ ഹിജ്റയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വിശ്വാസികൾ ഒന്നടങ്കം ഹിജ്റ ചെയ്ത് കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ മക്കയിൽ പിന്നെ ബാക്കിയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും പിന്നീട് മക്കക്കാർ പിടികൂടി ബന്ധനസ്ഥരാക്കി ജയിലിൽ അടക്കപ്പെട്ടതുപോലെ അടച്ച വീടുകളിൽ, ഒറ്റപ്പെട്ട വീടുകളിൽ അടച്ചിടപ്പെട്ടിട്ടുള്ള വിശ്വാസികൾ രോഗം കൊണ്ട്, ശാരീരികമായ ദൗർബല്യം കൊണ്ട് ദീർഘമായ ഒരു യാത്രക്ക് സാധ്യമാകാതെ മക്കയിൽ കഴിയേണ്ടി വന്നവർ, അവർ മാത്രം ബാക്കിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒടുവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഒന്നിച്ചു ചേർന്ന് ഹിജ്റക്ക് ഒരുങ്ങി. അപ്പോഴും പിടികൂടാനും വധിച്ചു കളയാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവർ മദീനയിലേക്ക് എത്തുകയാണ്. മദീനയിലേക്ക് എത്തുമ്പോൾ സാഹചര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. വളരെ ദുരിതപൂർണമായ ഒരു ജീവിതകഥയുടെ ക്ലൈമാക്സ് ആകെ മാറി മറിയുകയാണ്. ഒരഭയാർത്ഥികൾ മനസ്സില്ലാ മനസ്സോടെ സ്വീകരിക്കപ്പെടുന്നത് പോലെ പോലുമല്ല അവരവരെ സ്വീകരിക്കപ്പെട്ടത്. മക്കയിൽ നിന്ന് റസൂലും അബൂബക്കറും പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കിട്ടിയ നാൾ മുതൽ മദീനക്കാർ നേരം വെളുക്കുമ്പോൾ വീട് വിട്ടിറങ്ങി മദീനയുടെ അതിർത്തി പ്രദേശത്തിൽ വന്നു നിന്ന് റസൂലിനെ കാത്തു നിൽക്കുകയാണ്. റസൂൽ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ദിവസങ്ങളോളം അവർ റസൂൽ ഇന്ന് വരും, നാളെ വരും എന്ന് കരുതി വരുമ്പോൾ റസൂലിനെ ആവേശത്തോടുകൂടി കാണാൻ, സ്വീകരിക്കാൻ വേണ്ടി അവർ കാത്തുനിന്നു എന്നതാണ്. അങ്ങനെ മരുഭൂമിയുടെ ഒരു കാലാവസ്ഥയും സാഹചര്യവും ഒക്കെയാണ്. നട്ടുച്ച വെയിലാകുമ്പോൾ, ചൂട് സഹിക്കാൻ കഴിയാതെയാകുമ്പോൾ അവർ അവരുടെ വീടുകളിലേക്ക് പിൻവാങ്ങും. അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ റസൂലിനെ പ്രതീക്ഷിച്ച് കാണാതെ നിരാശരായി വീടുകളിലേക്ക് മടങ്ങിയ ഒരു സന്ദർഭത്തിൽ ഒരു ജൂതനാണ് അയാളുടെ പുരപ്പുറത്ത് കയറി അയാൾ എന്തോ മറ്റൊന്ന് അന്വേഷിക്കുന്നതിനിടയിൽ ദൂരെ നിന്ന് ശുഭ്രവസ്ത്രധാരികളായ രണ്ടാളുകൾ കടന്നുവരുന്നത്, ഒട്ടകപ്പുറത്ത് കടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. ലക്ഷണങ്ങളിൽ നിന്ന് അയാൾ മനസ്സിലാക്കി ഇത് മദീനക്കാർ കാത്ത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന, ഇത്രയും ദിവസം അവർ മദീനയുടെ അതിർത്തി പ്രദേശത്ത് വന്ന് കാത്തുനിന്ന ആ മനുഷ്യനാണ് കടന്നു വരുന്നത്. അയാൾ പുരപ്പുറത്ത് കയറി നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ മനുഷ്യൻ കടന്നു വരുന്നു. കേട്ടവരൊക്കെയും വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി. ആളുകളൊക്കെയും കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ മദീനയുടെ വഴികളിലൂടെ, വിവിധങ്ങളായ വഴികളിലൂടെ റസൂല് വന്നെത്തിയിരിക്കുന്നു എന്നുറക്കെ വിളിച്ചു പറഞ്ഞു സന്തോഷത്തോടുകൂടി കടന്നു വരികയാണ്. അവർക്കിടയിലേക്കാണ്, അവർ ദഫ്മുട്ടി പാട്ടുപാടുന്നതിനിടയിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വൻ ജനാവലിയുടെ സ്വീകരണത്തോടുകൂടി കടന്നു വരുന്നത്. കടന്നു വന്ന രംഗങ്ങൾ സീറാ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അബൂബക്കറും റസൂലും വന്നു. നേരത്തെ പരിചയമുള്ളവരൊക്കെ റസൂലിനെ കണ്ട് തിരിച്ചറിഞ്ഞു, സലാം പറഞ്ഞു, പരിചയം പുതുക്കി. എന്നാൽ ഭൂരിഭാഗം ആളുകളും റസൂലിന് മുമ്പ് കണ്ടിട്ടില്ലാത്തവർ. അങ്ങനെ വന്നു ചേർന്നു. റസൂൽ ഒരിടത്ത് ഇരുന്നു. അബൂബക്കർ എണീറ്റ് നിന്നു. അദ്ദേഹം ആളുകളോട് പല കാര്യങ്ങളും സംസാരിച്ചു.
മദീനക്കാരിൽ കുറേയധികം ആളുകൾ തെറ്റിദ്ധരിച്ചത് എണീറ്റ് നിന്ന് സംസാരിക്കുന്ന ഇയാളാണ് അള്ളാഹുവിന്റെ റസൂൽ എന്നാണ്. ആ ആദരവിലും ഭവ്യതയിലും അവർ കുറെ നേരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സലാം കൊടുക്കുകയും മുസാഫഹത്ത് നടത്തുകയും ഒക്കെ ചെയ്തു എന്നാണ്. കുറെ സമയം കഴിഞ്ഞ് വെയിൽ രൂക്ഷമായി, റസൂലിന് വെയിൽ കൊള്ളുന്നു എന്ന് കണ്ടപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഷാളെടുത്തിട്ട്, തന്റെ താൻ അണിഞ്ഞിട്ടുള്ള ഷാളെടുത്തിട്ട് അതിങ്ങനെ റസൂലിന് തണല് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിവർത്തിപ്പിടിച്ചത്. അപ്പോഴാണ് മദീനക്കാർ തങ്ങൾ റസൂലാണെന്ന് കരുതിയ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആളല്ല റസൂൽ, അവിടെ ഇരുന്നിരുന്ന ആളാണെന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഹാവഭാവാദികളില്ലാത്ത ഒരു റസൂലാണെന്ന, ഒരു നേതാവാണെന്ന ഹാവഭാവാദികളില്ലാത്ത, അതിന്റെ യാതൊരു സൂചനകളും നൽകാത്ത പെരുമാറ്റവും വേഷഭൂഷാദികളുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്നതാണ്. അങ്ങനെ മദീനയിൽ സ്വീകരിക്കപ്പെട്ടതിന് ശേഷം ഇസ്ലാം പിന്നീട് മുന്നോട്ട് പോയിട്ടുള്ളത്, ഇസ്ലാം നടത്തിയിട്ടുള്ള ജൈത്ര യാത്ര എന്ന് പറയുന്നത് ലോകത്തെ വിസ്മയിപ്പിക്കുന്നതാണ്. ആ ചരിത്രം ഇസ്ലാമിക പ്രബോധനത്തിൻ്റെതാണ്. മദീന തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാകപ്പെട്ടത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഇസ്ലാമിന്റെ ഒരു ആശയ പ്രചാരണത്തിലൂടെയും ആശയ പ്രബോധനത്തിലൂടെയുമാണ്. റസൂലിനെ പാട്ടും പാടി സ്വീകരിക്കുവാൻ മദീന പാകപ്പെട്ടതിന്റെ, അല്ലെങ്കിൽ മദീനയെ പാകപ്പെടുത്തിയതിന്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. അഖബ ഉടമ്പടിക്ക് ശേഷം തങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ ഒരാളെ പറഞ്ഞയച്ചു തരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദീനക്കാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ തെരഞ്ഞെടുത്തയച്ചത് വളരെ ചെറുപ്പക്കാരനായ 20ന്റെ പരിസരത്ത് മാത്രം പ്രായമുള്ള മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ. ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ആകെ ഉഹദിന്റെ രണാങ്കണത്തിൽ ധീര രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള മുസ്അബായിട്ടാണ്. ആ ഒരു രക്തസാക്ഷിത്വത്തിന് ശേഷം മര്യാദക്ക് ഒരു കഫംകുട പോലും തികയാതെ കാലിന്റെ ഭാഗം പുല്ലുവെച്ച് കഫൻ ചെയ്യുന്നത് പൂർത്തിയാക്കേണ്ടി വന്ന ദുരിതം പേറിയ ഒരു ജീവിതം, അല്ലെങ്കിൽ അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരു ജീവിതം. അത് വളരെ സംഭവബഹുലം തന്നെയാണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് നടത്തിയ, ഇസ്ലാമിന് വേണ്ടി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സേവനവും സംഭാവനയും അതല്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ രക്തസാക്ഷിത്വമല്ല പ്രധാനം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന് വേണ്ടി ജീവൻ ഭരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും നിർവഹിക്കേണ്ടുന്ന കാര്യമല്ല. അത് അനിവാര്യമായ ഇസ്ലാമിക പ്രബോധന മാർഗത്തിലുള്ള ധീരമായ മുന്നോട്ടുപോക്കിൽ, ധീരമായ അധ്വാന പരിശ്രമങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമായി വരുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് ജീവത്യാഗം എന്ന് പറയുന്നത്. അത് അല്ലാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും നിർവഹിക്കേണ്ടുന്ന ഷഹാദത്ത്, മുസ്ലിമാകുന്നതിന്റെ ഭാഗമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നത് മുതൽ തുടങ്ങുന്ന ഒരു ഷഹാദത്തിന്റെ ജീവിതം എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ട്. അത് സത്യസാക്ഷ്യത്തിന്റെ, ഷഹാദത്തുൽ ഹഖിന്റെ ജീവിതമാണ്. താൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള, തനിക്ക് ബോധ്യപ്പെട്ട് താൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള അൽ ഹഖ്, കലിമത്തുൽ ഹഖ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിന് ജീവിതം കൊണ്ട് സാക്ഷികളാവുക. കേവലം വർത്തമാനം കൊണ്ട് മാത്രമല്ല. സയ്യിദ് മൗദൂദി റഹിമഹുല്ലാഹ് ആ സത്യസാക്ഷ്യ നിർവഹണത്തിന്റെ യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വാക്കുകൾ കൊണ്ടുള്ള സാക്ഷ്യവും കർമ്മം കൊണ്ടുള്ള സാക്ഷ്യവും, അള്ളാഹുവിന്റെ ദീൻ ഇഖാമത്ത് ചെയ്യപ്പെട്ട, അത് പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാവുക എന്നതാണ് പ്രധാനം. ആ സത്യസാക്ഷ്യ നിർവഹണത്തിന്റെ മാർഗത്തിൽ സ്വയം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം
അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരകനും പ്രബോധകനുമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ നിർവഹിക്കാനുള്ള ദൗത്യം എന്ന് പറയുന്നത്. സത്യസാക്ഷ്യ നിർവഹണമാണ്. അത് ശരിയായി നിർവഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹു അറിഞ്ഞ് നൽകുന്ന ആദരവാണ് ഷഹാദത്ത്, അഥവാ രക്തസാക്ഷിത്വം എന്ന അർത്ഥത്തിലുള്ള ഷഹാദത്ത് എന്ന് പറയുന്നത്. മുസ്അബ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ അത് വളരെ കൃത്യമാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ള സത്യസാക്ഷ്യ നിർവഹണം, മദീനയിൽ 1 വർഷക്കാലത്തെ പ്രവർത്തനം, നബി അങ്ങോട്ട് അയച്ചതിന് ശേഷം വീടുകൾ കയറിയിറങ്ങിയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം. അതിനെ തുടർന്ന് ഒടുവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു മദീനയുടെ സാഹചര്യത്തെക്കുറിച്ച്. മദീന ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ സന്നദ്ധമായിരിക്കുന്നു, പാകമായിരിക്കുന്നു എന്ന് റസൂലിന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അനുമതിയുണ്ടാകുന്നു ഹിജ്റക്ക്. ആ ഹിജ്റ ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെയും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെയും രൂപീകരണം, സ്ഥാപനം എന്നുദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് റസൂല് വരുന്നത്. മദീനത്തേക്ക് എത്തിയാൽ പറ്റുന്നമാരേക്ക് എന്തെങ്കിലും ചെയ്യാനല്ല. മദീനയിലേക്ക് റസൂൽ വരുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ രൂപീകരണം നടത്താൻ വേണ്ടിയാണ്. അതിന് മദീനയെ പാകപ്പെടുത്തിയത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് എന്നതാണ്. അപ്പോ നിരന്തരമായ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ ഹിജ്റയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങുക എന്നതാണ് പ്രധാനം. നമ്മുടെ കാലത്തും ഹിജ്റ നടക്കും. പക്ഷെ ആ ഹിജ്റ നടക്കുന്നത് നമ്മൾ രാജ്യം വിട്ടോടിക്കൊണ്ടായിരിക്കുകയില്ല. ഹിജ്റയുടെ കാര്യത്തിൽ നമ്മൾ വിട്ടുപോകുന്നത് എവിടം എന്നത് പ്രധാനമല്ല. എങ്ങോട്ട് ആണ് നമ്മുടെ ഹിജ്റ എന്നതാണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഉദാത്തമായ ഇസ്ലാമികമായ ലക്ഷ്യങ്ങളിലേക്ക് മാനവകുലത്തിനാകെ ഗുണകരമാകുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ഹിജ്റകൾ ഉണ്ടാകും. ഇസ്ലാമിക ഉമ്മത്ത് അത്തരം ഹിജ്റകൾ നടത്തണം. ആ ഹിജ്റയെ തുടർന്ന് വലിയ ഫതഹുകൾ ഉണ്ടാകും, വലിയ വിജയങ്ങൾ ഉണ്ടാകും. ആ വിജയങ്ങൾ കാണാൻ, ആ വിജയങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായി അള്ളാഹുവിന് തസ്ബീഹുകൾ ഉയർത്തുവാൻ, ഹംദുകൾ ഉയർത്തുവാൻ, തക്ബീറുകൾ ഉയർത്തുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകളാണ് ഒരു പുതുവർഷം നമുക്ക് സമ്മാനിക്കുന്നത്. പുതിയത് എന്ന് പറയുമ്പോൾ പ്രതീക്ഷകളുടേതാണ്. ആ പുതുവർഷം ഹിജ്റയെ ഓർമ്മപ്പെടുത്തുന്നു എന്നതാകുന്നത് യാദൃശ്ചികമല്ല, മറിച്ച് പ്രതീക്ഷകളുടെ കലവറയില്ലാത്ത വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കുന്നതാണ് ഹിജ്റയെ കുറിച്ചുള്ള ചെറുതും വലുതുമായ എല്ലാ സ്മരണകളും എന്നതാണ്. അതുകൊണ്ട് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഏതായിരുന്നാലും നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട്, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശം വന്നു ചേർന്നിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവിലൂടെ ഉണ്ടാകുന്ന ആത്മവിശ്വാസത്തോടുകൂടി ആ ദീൻ ഈ സകല മനുഷ്യർക്കുമുള്ള ജീവിതത്തിലുള്ള വിമോചനത്തിന്റെ വഴിയാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അതിന്റെ പ്രബോധകരും പ്രചാരകരുമായി മാറാനുള്ള, അല്ലെങ്കിൽ ആ ദൗത്യം നിർവഹിക്കാനുള്ള സന്നദ്ധതയും ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാവുക എന്നതാണ് പ്രധാനം. ആ വഴിയിലുള്ള നമ്മുടെ മുന്നേറ്റങ്ങളിലേക്കാണ് അള്ളാഹുവിന്റെ വലിയ വിജയവും സഹായവും വന്നെത്തിച്ചേരുക. അതിനിടയിലാണ് ആകെ ഡാർക്കായി കഴിഞ്ഞ സീനുകൾക്ക് ഒടുവിൽ ഒരു ഹിജ്റയുടെ 2-3 ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ആ സീൻ ആകെ മാറി അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന, നമുക്ക് ആനന്ദിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ക്ഷേമം പ്രദാനം ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് വഴിമാറുക. അവിടെ ജിഹാദ് ഉണ്ടാകും. അവിടെ ഒരു ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടു വരും. ആ ഇസ്ലാമിക സമൂഹത്തിൽ ആകൃഷ്ടരായും അവരുടെ കീഴിൽ ആ സമൂഹം മുന്നോട്ട് വെക്കുന്ന സാമൂഹികമായ ബെനഫിറ്റുകളെ ആസ്വദിച്ച് അത് അനുഭവിക്കാൻ ആഗ്രഹിച്ചും കഴിയുന്ന മുസ്ലിങ്ങളല്ലാത്ത സമൂഹങ്ങളും അതിന് ചുറ്റുപക്കത്തുണ്ടാകും. ആ സമൂഹത്തിന്റെ ഭാഗമാകാനും, ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ ഓരം പറ്റി നിൽക്കാനും അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഗുണങ്ങൾ നേടിയെടുക്കാനുമൊക്കെ താല്പര്യമുള്ള ജനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും.
അങ്ങനെ ഇസ്ലാം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച പോലെ ലോകർക്കാകമാനം ഗുണങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരും. അങ്ങനെയുള്ള ഫത്ഹുകളിലേക്ക് വഴി നടത്തുന്ന ഒന്നാണ് ഹിജ്റ എന്ന് പറയുന്നത്. ആ ഹിജ്റ ഇസ്ലാമിക ചരിത്രം മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് നമ്മളിൽ ഉയർത്തി വിടുന്ന പ്രതീക്ഷകളെ കരുത്താക്കി പ്രചോദനമാക്കി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദൗത്യ നിർവഹണത്തിൽ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുവഴി മാത്രമാണ് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാൻ കഴിയുക. അത് സാധ്യമാകുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവുകയും അള്ളാഹുവിന്റെ സ്വർഗം പുൽകുവാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്യട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصرنا على القوم الظالمين. اللهم انصرنا على الحكام الظالمين. اللهم أرنا في الظالمين عجائب قدرتك. اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله.